ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിലും രണസ്മാരകങ്ങളെ ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിലും രണസ്മാരകങ്ങളെ ജനമനസ്സുകളിലും ഇപ്പോൾ സ്മരണകൾ ഇരമ്പുകയാണ്. 8 പതിറ്റാണ്ടുകൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന 80 കൊല്ലക്കാലം കാലയവനികയ്ക്കുള്ളിലേക്ക് VS മറയുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരുപാട് ഏടുകൾ അദ്ദേഹം സമ്മാനിച്ചു. കലഹിക്കേണ്ട ഇടങ്ങളിലെല്ലാം കലഹിക്കുകയൊക്കെ ചെയ്ത VSന് എല്ലാ തരം ജനങ്ങളുമായും ഇടപഴകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കുട്ടികളായാലും വൃദ്ധരായാലും അതുപോലെ സ്ത്രീകളായാലും അദ്ദേഹത്തിന് ഒരേപോലെ ഒരേ മനസ്സോടെ ഇടപഴകാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ പെരുമാറ്റ രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. VSനോളം ഇത്രയും വലിയ ജനകീയത ഉണ്ടായിരുന്ന മറ്റൊരു നേതാവ് ഈ അടുത്ത കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു നേരാണ്. ഏറ്റവും അവസാനം അദ്ദേഹം പങ്കെടുത്തത് വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്തിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം നിങ്ങൾക്കറിയുന്ന പോലെ വട്ടിയൂർക്കാവ് മണ്ഡലം കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ച് നിൽക്കുമ്പോഴാണ് VK പ്രശാന്ത് എന്ന തിരുവനന്തപുരത്തെ മേയർ ബ്രോ മത്സരിക്കാൻ എത്തുന്നതും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ VS അച്യുതാനന്ദൻ എത്തുന്നതും 14,000-ലധികം വോട്ടുകൾ VK പ്രശാന്ത് കരസ്ഥമാക്കി വലിയ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയെങ്കിൽ VSൻ്റെ വാക്കുകൾക്ക് ജനം എത്രമാത്രം വില നൽകി എന്നുള്ളതിൻ്റെ പ്രാധാന്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കി. ഏതാണ്ട് 4 കൊല്ലത്തോളം അദ്ദേഹം മൗനത്തിലായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പൊതുസമൂഹത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ശബ്ദിച്ചില്ല. എന്നാൽ നിശബ്ദ സാക്ഷിയായി അദ്ദേഹം കേരളത്തിലെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാർ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 1 മാസക്കാലമായി വട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോഴും അദ്ദേഹം തിരിച്ചു വരണം എന്നാഗ്രഹിച്ച അനേകായിരങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊപ്പം നടന്ന ആളുകൾ അദ്ദേഹത്തിന് സിനിമയിലും നാടകത്തിലും ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ ആളുകൾ പറയുമായിരുന്നെങ്കിലും കർഷക തൊഴിലാളികൾക്ക് വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതത്തിൽ നാടകത്തിനൊക്കെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള നാടകൃത്തും ഒക്കെയായ പെരുപ്പങ്കോട് മുരളിയൊക്കെ എഴുതിയ നാടകങ്ങളൊക്കെ കാണാൻ അദ്ദേഹത്തിനെ പലപ്പോഴും തലസ്ഥാന നഗരിയിലെ ചില തിയേറ്ററുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ വാഹനവ്യൂഹം എത്താനുള്ളത് മൂന്നുമുക്കിലേക്കാണ്. പുന്നപ്ര വയലാറിൻ്റെ സമരോജ്വലമായ താളുകളുള്ള പുന്നപ്ര വയലാറിലേക്ക് നടത്തുന്ന ഈ വാഹനവ്യൂഹത്തിൻ്റെ യാത്ര ഇനി കടന്നു ചെല്ലാനുള്ളത് മൂന്നുമുക്കിലാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത, മൂന്നുമുക്കിലും ജനാവലി അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടോ? ഒരുപക്ഷെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിപ്രഭാവത്തിൻ്റെ ജനസ്വാധീനം എന്തെന്നറിയുന്ന കാഴ്ച അവിടെയും ഞാൻ കാണുന്നു. ജനഹൃദയങ്ങളിൽ തുടിക്കുന്ന പേരായി VS മാറുകയാണ്. തീർച്ചയായും പോരാളികളുടെ പോരാളി അനന്തപുരിയോട് വിട പറയുമ്പോൾ അവർക്ക് ഒരു ചുവന്ന റെഡ് സല്യൂട്ട് നൽകാൻ മൂന്നുമുക്കിലും ഇതുപോലെ ജനസഞ്ചയം തടിച്ചു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിലും നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ കഴക്കൂട്ടത്ത് കണ്ടു, അതിനു മുൻപ് മറ്റ് സ്വീകാര്യത്ത് കണ്ടു, അതിനുശേഷം കാര്യവട്ടത്ത് കണ്ടു. എല്ലാ മേഖലയിലും കടുത്ത മഴയായിരുന്നു, കനത്ത മഴയായിരുന്നു ഈ മേഖലയിൽ പൂർണ്ണമായി ഉണ്ടായിരുന്നത്. പക്ഷേ ആ മഴയൊന്നും തന്നെ വകവയ്ക്കാതെ തങ്ങളുടെ പോരാളിയാണ്, ജനമനസ്സുകളിലെ സമരനായകനാണ്. 4 വർഷം അല്ലെങ്കിൽ 5 വർഷം അദ്ദേഹം ഈ സമര പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ ഇല്ലെങ്കിലും നിശബ്ദമായി യൗവനങ്ങളെ സമരതീക്ഷ്ണതയിലേക്ക് നയിച്ച ആ സമര പോരാളിയെ അവസാനമായി അദ്ദേഹം 7 പതിറ്റാണ്ടായി നിലനിന്നിരുന്ന ഒരു മേഖല അനന്തപുരി യാത്രയാക്കുകയാണ്. വീരം വീരോചിതം VS എന്നു മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. അനന്തപുരിയോട് വിട പറയാൻ ഇനി കിലോമീറ്ററുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ 28 അല്ലെങ്കിൽ 30 കിലോമീറ്ററുകൾ പിന്നിടാൻ പോലും ഏതാണ്ട് 8 മണിക്കൂറോളം സമയമെടുക്കുന്ന അത്യപൂർവമായ ഒരു കാഴ്ചയാണ് അനന്തപുരിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതുപോലെ കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും ഒക്കെ തന്നെ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച അത് VSന് മാത്രം സ്വന്തമാണ്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും പ്രതിപക്ഷത്ത് നിലയുറപ്പിച്ച
പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പോലും ജനപക്ഷത്ത് നിലയുറപ്പിച്ച ഒരു വി എസ് ആണ് ശരി എന്ന ഒരു ജനത മുഷ്ടി ചുരുട്ടി ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നു. കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ നെഞ്ചിലെ തെന്താരകമേ എന്ന് വിളിക്കുന്ന മുദ്രാവാക്യം അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് എത്ര മണിക്കൂർ പിന്നിട്ടായാലും, ഞങ്ങൾ അല്പസമയം മുൻപ് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ആളുകൾ കനത്ത മഴ പെയ്യുകയായിരുന്നു. ആ മേഖലയിൽ ആളുകളൊക്കെ തന്നെ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ അടുത്ത ജംഗ്ഷനിലെത്തിയെന്ന് അറിയിച്ചതോടുകൂടി എവിടെ നിന്നാണെന്ന് അറിയില്ല SKN ജനസഞ്ചയം പാഞ്ഞ് എത്തുകയാണ്. അവർ മുഷ്ടി ചുരുട്ടി ഉറക്ക മുദ്രാവാക്യം വിളിക്കുകയാണ്. ചേട്ടൻ എവിടുന്നാ വരുന്നത്? കാണാൻ വേണ്ടി വന്നതാണ്. ഒരു ഓർമ്മ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുള്ള ഓർമ്മയാണ്. ഇതുപോലെ ഒരാളുണ്ടോ? ഇല്ല, ജീവിതത്തിൽ പറയാനില്ല. അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് ഇവരെല്ലാം പൊതുവിൽ വിശേഷിപ്പിക്കുമ്പോൾ അവർ ആ കമ്മ്യൂണിസ്റ്റുകാർ ആ പാട്ടാണ് പാടുന്നത്. ചാലുകൾ ചേർന്നൊരു പുഴയാകട്ടെ, പുഴകൾ ചേർന്നൊരു കടലാകട്ടെ, ആർത്തിരമ്പും കടലിനെ നോക്കി എന്ന തരത്തിലുള്ള ആ മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. അടുത്ത തലമുറയിലേക്ക് പോലും പകർന്നു കൊടുക്കും വി എസിന്റെ ആദർശം, അല്ലെങ്കിൽ വി എസിന്റെ ആ ഒരു ബോധം, വി എസിന്റെ രാഷ്ട്രീയമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം വിളിക്കുന്നത്. ചെറിയ കുട്ടികൾ പോലും ഇതുപോലെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന അത്യപൂർവമായ കാഴ്ച. വി എസിന് എത്രത്തോളം സമരതീക്ഷണതയുണ്ട്. വി എസിന് ഇപ്പോഴും ചെറുപ്പമാണ്. SKN 102-ലും വി എസിന് ചെറുപ്പമാണ്. വി എസ് പറഞ്ഞു വെച്ചത് അദ്ദേഹം ചെറുപ്പത്തിന്റെ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്, അദ്ദേഹത്തിന്റെ ആശയത്തിന്, അദ്ദേഹത്തിന്റെ ആദർശത്തിന്, അതുപോലെ അദ്ദേഹത്തിന്റെ സമരത്തിന് ഇപ്പോഴും ചെറുപ്പമാണ് എന്ന് കേരളം ഒട്ടാകെ, അല്ലെങ്കിൽ കേരള ജനത പ്രഖ്യാപിക്കുന്ന അത്യപൂർവമായ കാഴ്ചയാണ് കാണുന്നത്. ഇതുപോലെ ചേട്ടൻ എവിടുന്ന വരുന്നത്? എങ്ങനെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഡ്രൈവറാ, ടെമ്പോ ഡ്രൈവറാ. അദ്ദേഹമാണ് ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, തൊഴിലാളികളുടെ നേതാവ്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതും മോശിച്ചിരിക്കുന്നത്. എന്നും ഞങ്ങളുടെ നേതാവാണ്, സഖാവാണ്. നല്ലൊരു നേതാവാണ്, നല്ലൊരു സഖാവായിരുന്നു, നല്ലൊരു നേതാവാണ്. സഖാവിന് ഉണ്ടാവില്ല കേരളത്തിലെ. ഇതാണ് കണ്ണേ കരളെ എന്ന മുദ്രാവാക്യം, കണ്ണേ കരളെ എന്ന മുദ്രാവാക്യം വീണ്ടും ആ കേരളത്തിന്റെ തെരുവീതികളിൽ മുഴങ്ങിക്കേൾക്കുന്ന കാഴ്ച, അത് എല്ലാ അർത്ഥത്തിലും മുഴങ്ങിക്കേൾക്കുന്ന കാഴ്ച. നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങളിൽ അടുത്ത സ്വീകരണ കേന്ദ്രം പിന്നിട്ടു എന്ന ഒരു വാർത്ത വന്നതോടുകൂടി ജനം ഇരമ്പിയാർത്ത. ശ്രീജിത്ത് ശ്രീകുമാരനാണ് മൂന്നുമുക്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതുപോലെ മുഖ്യമന്ത്രി ആലപ്പുഴയിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാവേലി എക്സ്പ്രസിൽ അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. നാളെ നടക്കുന്ന അന്ത്യയാത്രയ്ക്ക് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ എത്തിച്ചേരുന്നുണ്ട്.